ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് 3 തരം സ്നാക്സ് റെസിപ്പിയും ഒരു റിഫ്രഷിംഗ് ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നല്ല ചൂടുള്ള കാലാവസ്ഥയല്ലേ, ഈ സമയത്ത് കുടിക്കാൻ പറ്റിയൊരു റിഫ്രഷിംഗ് ഡ്രിങ്കാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതിന് മുൻപ് ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്നവരായിട്ട് പറയാമെന്ന്, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ഓൾ ബട്ടൺ ഇല്ലേ, അതിന് പ്രസ് ചെയ്താൽ തന്നെ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തെ സ്നാക്സ് പഴ അടുക്കിൻ്റെ തന്നെ, അതിന് തേങ്ങയും കുറച്ച് പഴവും മാത്രം മതി. എളുപ്പം തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് മൈദപ്പൊടിയും, ഇത് മൂന്ന് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സംഭവമല്ലേ. ഇനി ഇത് വെച്ചിട്ട് നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇതാ പഴ അടുക്കിന് വേണ്ടി 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടതിൽ. നല്ല പഴുത്ത എടുക്കരുത്, ഒരു മീഡിയം പഴുപ്പുള്ളത് നോക്കി എടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാ ഈ ഒരു കനത്തിൽ വേണേ നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനിയെല്ലാം ഇതേ കനത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ നോക്കാം. മാക്സിമം ഒന്ന് തിന്നാക്കിയിട്ട് എടുക്കാൻ നോക്കാം കേട്ടോ, പൊട്ടിപ്പോവാതെ കട്ട് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങളെ പാനിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ പാന് കുറച്ച് വലിപ്പമുള്ളത് കൊണ്ട് നീളത്തിൽ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പാനിൽ വെച്ച് കൊടുത്തതിന് ശേഷം നോക്കിയിട്ട് കട്ട് ചെയ്താലും മതി കേട്ടോ. അല്ലെങ്കിൽ ചെറിയ പാൻ എടുക്കുന്നെങ്കിൽ നേരെ പകുതിയാക്കി കൊടുത്താലും മതി കേട്ടോ ഒരു പഴത്തിന്. ഇനി അടുത്തത് പഴം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് 1 ടേബിൾ സ്പൂണോളം ഗീ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഡീപ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഇനി നമ്മളിതാ കട്ട് ചെയ്ത് വെച്ച ഈ പഴയില്ല, അത് ഓരോന്നായിട്ട് ഈ ഗീയിലോട്ട് ഇട്ട് കൊടുക്കാം. ഓയിലായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ടേസ്റ്റ് ഗീയിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പം ഇതാ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നവരെ നമുക്കിതുപോലെ തിരിച്ചും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഓരോന്നായിട്ട് നമുക്കിത് എണ്ണയിൽ നിന്നിങ്ങോട്ട് മാറ്റാം. വല്ലാണ്ടങ്ങ് കളറ് മാറണമെന്നില്ല കേട്ടോ. അപ്പം പഴം അധികം പഴുത്തു പോയാൽ നമുക്ക് ഇതുപോലെ പെർഫെക്റ്റായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു മീഡിയം സൈസുള്ള പഴുപ്പുള്ള എടുത്താൽ കറക്റ്റ് ഭാഗത്തും കിട്ടും കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഉടഞ്ഞതുപോലെ ആയിപ്പോൾ. ഇപ്പോൾ ഇതാ 2 പ്രാവശ്യവും ഞാൻ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ട് 2 പ്രാവശ്യമാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു തേങ്ങ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം ഗീ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പോളം തേങ്ങ ചിരകിയത് കൂടെ എടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഈ ഗീയിലോട്ട് ഇട്ട് കൊടുക്കാം, ഗീ ഒന്ന് ചൂടായി വരുമ്പോൾ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഓരോരുത്തർക്ക് മധുരം എത്ര വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഏകദേശം ഒരു 3.5 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അതൊന്ന് ആ പഞ്ചസാര ഈ തേങ്ങയിലോട്ട് മിക്സ് ആകുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഒരു 1/4 ടീസ്പൂണോളം ഏലക്ക പൗഡർ ഫ്ലേവറിന് വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതാ ഇത്രയും ആയാൽ മതി, അധികം അങ്ങ് ഗോൾഡൻ ബ്രൗൺ നിറമൊന്നും ആവണ്ട കേട്ടോ. ഇനി തേങ്ങ ഫില്ലിംഗ് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് 2 മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കപ്പോളം മൈദപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിലുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി 1 കപ്പോളം വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കപ്പ് മൈദപ്പൊടി എടുക്കുമ്പോൾ ഞാൻ ഏകദേശം 1 കപ്പോളം തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരട്ടെ. ഇപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കളറിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 ടീസ്പൂണിൻ്റെ പകുതിയോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടി പോകരുത്, അന്നേരം മഞ്ഞളുടെ ചുവയാണെന്നുണ്ട്. ഇനി ഒന്നുകൂടെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതേ ഉള്ളൂ, അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു ബൗളിലോട്ട് ഇത് മാറ്റി കൊടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കലക്കിയെടുക്കാൻ. ഇപ്പോൾ ഇനി ഒരു പാനിലോട്ട് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ചുട്ടെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് മുൻപായിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. എന്നിട്ട് പാനിലോട്ട് ചൂടായി പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഗീ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ആറി വരുന്ന സമയത്ത് കൂടുതലങ്ങ് ആറിപ്പോകരുത്, ജസ്റ്റ് ഒന്ന് ആറി വരുന്ന സമയത്ത് നമ്മൾ അടക്കൊക്കെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നില്ലേ, അതേപോലെ ഒരു സൈഡിൽ ഈ തേങ്ങ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വെച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് മാറ്റി വെച്ച പഴയില്ല, അതിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് ഒന്നിങ്ങനെ വെച്ച് നോക്കിയിട്ട് വലിപ്പം കൂടുതലാണെന്നൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ഈ സമയത്ത് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ചുകൂടെ അവിടെ ഫില്ലിങ്സിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, അത് കുറച്ചുകൂടെ വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചുകൂടെ ഫില്ലിങ്സ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഈ തേങ്ങ പണ്ടം കൂടിപ്പോവരുത്, കൂടുതലാവുമ്പം നമുക്ക് മടക്കിയെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. കുറച്ചൊന്ന് വെച്ചാൽ മതി. എന്നിട്ട് അപ്പുറത്തെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് അതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അട ചെയ്യുന്നില്ലേ, മുട്ട അടയൊക്കെ ചെയ്യുന്ന അതേപോലെ തന്നെ കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ സൈഡ് വശം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അതൊന്ന് സീൽഡായി നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി കുറച്ചുകൂടെ ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ബാറ്റർ അതിൻ്റെ സൈഡിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ.
ഇപ്പോൾ ഇതാ ഒന്ന് ആറി വരുന്ന സമയത്ത് വീണ്ടും നമ്മൾ ആ മാറ്റി വെച്ച ഫില്ലിങ്സ് ഇല്ലേ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് വെച്ച് കൊടുക്കാം. ഈ ഫില്ലിങ്സ് വെക്കുമ്പോഴും ശ്രദ്ധിക്കണം, സെൻറ്ററിലോട്ട് ആവരുത്, കുറച്ച് വിട്ടിട്ട് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കാം. എന്നിട്ട് പഴം ഓരോന്നായിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ അടക്കി വെച്ച് കൊടുക്കാം. ഈ സമയത്തും പഴത്തിൻ്റെ നീളം നോക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കുക. പഴം വെക്കുമ്പോഴും ആ സെൻറ്ററിലോട്ട് അടുപ്പിച്ച് വെക്കരുത് കേട്ടോ, ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടാണ്ടോ അതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും കുറച്ച് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ സൈഡിൽ നിന്ന് വേണം അപ്പുറത്തോട്ട് മറിച്ചിട്ട് കൊടുക്കാൻ, അതാണ് നമുക്ക് എളുപ്പം കേട്ടോ. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു തവി എടുത്തിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിൽ പിന്നെ വിട്ടുപോകാൻ വഴിയുണ്ട്, അതൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് വീണ്ടും ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. ഫില്ലിങ്സ് വെക്കുമ്പോൾ സെൻറ്റർ ഭാഗത്ത് ആവാതെ ശ്രദ്ധിക്കുക, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതല്ലെങ്കിൽ പിന്നെ അത് നിങ്ങൾ തിരിച്ചിടുന്ന സമയത്ത് പൊട്ടിപ്പോകാൻ വഴിയുണ്ട്. കണ്ടോ, ഞാൻ സെൻട്രൽ ഭാഗത്തൊരു ഗ്യാപ്പ് ഇട്ടത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ, അതൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഈ ലാസ്റ്റ് വെക്കുമ്പോൾ കുറച്ച് തിന്നായതുകൊണ്ട് തന്നെ 4 പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ ഓരോരുത്തർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി എത്ര ലെയർ വേണോ അത്രയും ലെയർ വെച്ച് കൊടുക്കാം. ഞാൻ കൂടുതൽ വെക്കുന്നില്ല, കൂടുതൽ വെക്കുമ്പോൾ ചിലപ്പം പൊട്ടിപ്പോകാൻ വഴിയുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഇത്രയേ വെച്ച് കൊടുക്കുന്നുള്ളൂ. പിന്നെ അതുപോലെ കുറച്ച് ലാസ്റ്റ് ഭാഗത്ത് മൈദൻ്റെ ബാറ്ററില്ല അതിങ്ങനെ സീൽഡായി നിൽക്കാൻ വേണ്ടി സൈഡിൽ കൂടെ കുറച്ച് ആക്കി കൊടുത്തിട്ടുണ്ട്. വീണ്ടും തിരിച്ച് ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരേ സൈഡിൽ നിന്ന് തന്നെ വെച്ച ഭാഗത്ത് നമുക്ക് അങ്ങോട്ട് ഫോൾഡ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ട്. അപ്പോൾ ഇതുപോലൊന്ന് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച കുറച്ച് ഗീയുടെ ബാക്കി ഉണ്ടായിരുന്നേ, അപ്പോൾ അത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടല്ലോ പഴം, അത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്നിങ്ങനെ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സൈഡൊന്ന് ആവുന്നവരെ നമുക്ക് ആയതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഈ പാനിലോട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, ഈ സൈഡ് നന്നായിട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ആ താഴ്ഭാഗം കൂടെ ഒന്നായി വരാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ആ പാനൊന്നിങ്ങനെ അടച്ചവിടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂട് കൊണ്ട് അങ്ങോട്ടേക്ക് ആ ചൂട് ആയിട്ട് നന്നായിട്ട് ആയി വരും കേട്ടോ, അതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റ് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്ത് ഒന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആയി വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നീളത്തിൽ വെച്ച് കൊടുത്തത് കൊണ്ട് തന്നെ നല്ല കറക്റ്റായിട്ട് ആയി വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കാഷ്യൂനട്ട്സും റൈസിൻസും ഒക്കെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ആ ഫില്ലിങ്സ് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പം ഈ പെർഫെക്ഷനിൽ കിട്ടൂല, അതുകൊണ്ട് ഇട്ട് കൊടുക്കാതിരുന്നേ ഉള്ളൂ. അപ്പോൾ ഫില്ലിങ് തയ്യാറാക്കുമ്പോൾ അതിൽ കാഷ്യൂനട്ട്സും റൈസിൻസും ഒക്കെ ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ ടേസ്റ്റ് കുറച്ചുകൂടെ കൂടി നിൽക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഞാനിത് പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ ഒന്നാമത്തെ സ്നാക്സായ പഴടുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പ്ലേറ്റിൽ ഇങ്ങനെ വെച്ച് കാണുമ്പോൾ നല്ലൊരു ഭംഗിയില്ലേ, ഭംഗി മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമാവും. നിങ്ങളിത് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കൂ. ഇതിൽ കുറച്ച് മുട്ടയും കുറച്ച് പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം തയ്യാറാക്കി എടുക്കാം. നമുക്കൊരു ദിവസം പെട്ടെന്നൊരു എളുപ്പത്തിലൊരു സ്നാക്സ് ഉണ്ടാക്കണമെന്ന് കരുതിയാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. ഇപ്പം നമ്മളൊരു ഇഫ്താർ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു സ്നാക്സായിട്ട് നമുക്കിതിങ്ങനെ സെർവ് ചെയ്ത് കാണാനും കഴിക്കാനും ഒക്കെ ഭംഗിയുള്ളൊരു സ്നാക്സാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലോട്ട് പോവാം. ഈ രണ്ടാമത്തെ റെസിപ്പിയും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ കേട്ടോ. മുട്ടയും ബ്രെഡും ഉണ്ടെങ്കിൽ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റിയത്. അപ്പോൾ എരിവുള്ള സ്നാക്സ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇതും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പിയൊക്കെ ഞാൻ ഈസി ആയിട്ടുള്ള റെസിപ്പീസാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ചിക്കന് ബോൺലെസ് ചിക്കനാണ് എടുത്തത്. അതും മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെറിയ ചെറിയ പീസാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഇതിലോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂണിൻ്റെ പകുതി കുരുമുളക് പൊടി, 1/4 ടീസ്പൂണിൻ്റെ പകുതി തന്നെ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇവ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് മാരിനേറ്റ് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിങ്ങനെ എളുപ്പത്തിനോട് ഇങ്ങനെ ചെയ്തതേ ഉള്ളൂ. ഇപ്പോൾ ഇതാ ഇനി ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം ഇത് എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് കോരി മാറ്റാം. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് ഇതേ എണ്ണയിൽ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ചേറെ നിന്നാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ് ചിക്കൻ ഇട്ടിട്ട് ചെയ്യുന്നതല്ലേ. ഇനി ഇതിലോട്ട് ഒരു 4-5 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെയൊക്കെ റോ ടേസ്റ്റ് മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു 2 വലിയ ഉള്ളി ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതുകൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതും ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി എപ്പോഴും ചെയ്യുന്നത് പോലെ ഉള്ളി പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സോഫ്റ്റായി വരാൻ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഉള്ളി നന്നായിട്ട് സോഫ്റ്റായി വന്ന് ഇതിലോട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗരം മസാലപ്പൊടിയും ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതിയോളം ഇട്ട് കൊടുക്കാം.
ഇപ്പോൾ ഇതാ പൊടികളുടെയൊക്കെ റോ ടേസ്റ്റ് മാറി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഇല്ലേ, അത് ഫ്രൈ ചെയ്ത് വെച്ചത് അതുകൂടെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെള്ളം, സാധാ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചൊന്ന് സോഫ്റ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ടേസ്റ്റ് ചിക്കനിലോട്ട് പിടിച്ചിട്ടുണ്ട്. ഇതാ ഇത്രയും വഴണ്ട് കിട്ടിയാൽ മതി. അധികം അങ്ങ് വഴറ്റി ഉടക്കണം എന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ പപ്സിനൊക്കെ ചെയ്തെടുക്കുന്നില്ലേ അതേ കണക്ക്. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കട്ടെ. ഇനി 2 മുട്ട ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ബോയിലായി വരുമ്പോഴേക്ക് നമുക്ക് ഒരു ബൗളിലോട്ട് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഒന്ന് കലക്കിയെടുക്കാം. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കുക. അധികം അങ്ങ് ലൂസ് കൺസിസ്റ്റൻസി ആവാതെ ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ വേണം കലക്കിയെടുക്കുക. അധികം അങ്ങ് ലൂസായി പോകരുത്. അപ്പം നമുക്കത് സീൽഡ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ബന്ന് നിറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാനുള്ളത് തന്നെ. ഇനി അതിലോട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആ മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒന്ന് മിക്സ് ആവുന്ന വിധത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം അങ്ങ് അടിച്ച് പതപ്പിക്കൊന്നും വേണ്ട. നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് അത് രണ്ടൊന്ന് മിക്സായി കിട്ടിയാൽ മതി. ഇനി ഇതും അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി അപ്പോഴേക്ക് ഇത് ആ മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു മുട്ടനെ 2 ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മുഴുവനായിട്ട് വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അന്നേരം നിങ്ങളൊരു 4 മുട്ട എടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഞാൻ 4 ബന്ന് എടുത്തിട്ടുണ്ട്. എനിക്ക് ഇതുപോലുള്ള ബന്നാണ് ഇവിടെ കിട്ടിയത്. അപ്പം നാട്ടിലുള്ള നമ്മൾ ആ ചെറിയ ബന്നില്ലേ അത് കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ആ ചെറിയത് കിട്ടുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ് കേട്ടോ. എന്നാൽ അങ്ങനെ എനിക്ക് കട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയതിനെ കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെതാ ഈ സൈഡിലായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ വരയിട്ട് കൊടുക്കാം. അത് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. വര ഇടുമ്പോൾ മുഴുവനായിട്ട് വരഞ്ഞു പോകരുത് കേട്ടോ. ഇതുപോലെ മുട്ട അതിലേക്ക് ഫില്ല് ചെയ്ത് മുട്ടയും ആ മസാലയില്ലേ അത് ഫില്ല് ചെയ്തെടുക്കാനുള്ള അത്രയും ആക്കിയാൽ മതി. എന്നിട്ട് കൈ വെച്ചിട്ട് അതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് പതുക്കെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിലുള്ള ആ ഫ്ലഷ് ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അതിൽ തന്നെ വെക്കുക. ഇനിയെല്ലാം ഞാൻ ഇതേപോലെ തന്നെ ചെയ്തെടുക്കട്ടെ. കട്ട് ചെയ്തെടുക്കുമ്പോൾ മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്താൽ പിന്നെ നമ്മൾ ഇതൊന്ന് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമല്ലോ, ഷാലോ ഫ്രൈ, അന്നേരം ആ ഫില്ലിങ്സൊക്കെ പുറത്ത് പോകാൻ വഴിയുണ്ട്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. കട്ട് ചെയ്തെടുക്കുമ്പോൾ പതുക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ മുകൾ ഭാഗമില്ല അവിടെ ഒരു സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ പീസിങ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് ഈ എടുത്ത പീസ് അതിനുള്ളിൽ വെച്ചിട്ട് നമ്മൾ മൈദ വെച്ചില്ലേ, മൈദനെ കൊണ്ടൊന്ന് സീൽഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് സേഫായിട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ബുദ്ധിമുട്ടാൻ തോന്നുന്നുണ്ടെങ്കിൽ. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് വലുതല്ല, അപ്പോൾ കട്ട് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി എല്ലാത്തിലും ഞാൻ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കൂടെ എടുക്കട്ടെ. 4 എണ്ണവും ഞാനിപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 1-2 ടേബിൾ സ്പൂൺ നമ്മൾ മാറ്റി വെച്ച മസാലയില്ലേ ചിക്കൻ്റെ, അത് നമുക്ക് ഇതിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ എന്തും വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതാ ഇതിലോട്ട് മുട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ചിക്കന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഫ് വെച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ വെറും ഉള്ളി മാത്രമായിട്ട് മസാല ആക്കി എടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മൾ ചിക്കൻ മസാലപ്പൊടിയില്ല അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്താൽ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി ഇതാ മുട്ട വെച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. അതിന് ശേഷം നോക്കിയിട്ട് മസാല ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് പ്രസ് ചെയ്താൽ പുറത്തേക്ക് വരും. കണ്ടോ, നമ്മൾ ആദ്യം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതുകൊണ്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇത്രേ ആവണ്ടു. ഇനി ഇതിവിടെയാണ് ഞാൻ നമ്മൾ ഇത് സീൽഡ് ചെയ്ത് വെക്കാനേ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇനി അതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി എല്ലാം ഞാൻ ഒന്നിച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഒന്നിച്ചിട്ടാണ് മൈദനെ കൊണ്ടത് സീൽ ചെയ്ത് വെക്കുള്ളൂ. ഇനി ഇതങ്ങോട്ടേക്ക് വെച്ച് കൊടുക്കുക. എല്ലാം മുഴുവനും ഇതുപോലെ ചെയ്തെടുക്കട്ടെ. 4 ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മൈദനെ കൊണ്ട് ഇതിൻ്റെ ഉൾവശത്തോട്ട് കൂടുതലായി പോകാൻ പാടില്ല. അപ്പോൾ ഉൾവശം വേവാതെ മൈദ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് മൈദപ്പൊടി ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിങ്ങനെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ മാത്രം, ആ രീതിക്ക് മാത്രം വെച്ച് കൊടുത്താൽ മതി കേട്ടോ. കൂടി പോകാനേ പാടില്ല. ഇനി അതിൻ്റെ ആ ബാക്കി ഭാഗം കൂടെ നമുക്കതൊന്ന് സീൽ ചെയ്തെടുക്കാം. അതിങ്ങനെ സീൽഡ് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുട്ടയിൽ ഡിപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ സ്പൂൺ വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ നമുക്കത് സീൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 4 സീൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ നന്നായിട്ടത് ഒട്ടിക്കിടക്കുന്നുണ്ട്. കുറച്ച് സമയം അതിങ്ങനെ നിൽക്കുമ്പോഴേക്കന്നെ നന്നായിട്ട് അതങ്ങ് ഒട്ടി നിൽക്കും കേട്ടോ. ഇനി മുട്ട ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ 2 ടേബിൾ സ്പൂണോളം ഗീയാണ് ഞാൻ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ മുട്ടയിലോട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം.
അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചത് കേട്ടോ. ഇനി ഇതുപോലെ ഡിപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ആ സീൽഡ് ചെയ്ത് വെച്ച ഭാഗം ആദ്യം ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണം ആ സൈഡ് വേണം നമ്മൾ ഈ പാനിലോട്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ അതങ്ങ് ഒട്ടി നിന്നോളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. ഇനി എല്ലാ ഭാഗവും 4 ഭാഗവും അതിൻ്റെ ഇങ്ങനെ സൈഡ് വശം നമുക്കിങ്ങനെ തിരിച്ചും മറിച്ചിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു സ്പാച്ചിലെ ഒരു സ്പൂണൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഒറോട്ടിയൊക്കെ ചെയ്യുന്നില്ലേ തലശ്ശേരി സ്പെഷ്യൽ, അതേപോലെ ഇതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ചെയ്തെടുക്കുക. ഇനി ഗീയിൽ തന്നെ ഇത് ഫ്രൈ ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല, അതിൽ ഓയിൽ ഒഴിച്ചിട്ടും ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ ഗീയിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് അല്ലേ, അപ്പോൾ അതിന് വേണ്ടി ചെയ്തതേ ഉള്ളൂ. ഇനി എല്ലാം ഇതേപോലെ തന്നെ ചെയ്തെടുക്കട്ടെ കേട്ടോ. നല്ല ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ 4 ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു സെർവിങ് പ്ലേറ്റിലോട്ട് വെച്ച് കാണിച്ചു തരാം കേട്ടോ. ഈ ബന്ന് നിറച്ചത് ഒന്ന് കഴിക്കുമ്പോൾ തന്നെ വയറ് ഫുള്ളാവും, പിന്നെ വേറെ ഒന്നും കഴിക്കണമെന്നില്ല. ഇത് വേണമെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇപ്പുറത്തെ ഭാഗത്ത് നിറക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെ സ്ക്വയർ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഭാഗത്ത് ആ പീസ് എടുത്തതിന് ശേഷം അതിലോട്ട് ഫില്ല് ചെയ്തിട്ട് ആ പീസ് വെച്ചിട്ട് മൈദ വെച്ചിട്ട് കവർ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാനിതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ. നല്ല നമ്മുടെ പപ്സൊക്കെ ഇല്ലേ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റിലാണ് ഇത് കിട്ടിയത്. ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ സ്നാക്സിൻ്റെ പരിപാടി. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്നത്തെ റെസിപ്പീസൊക്കെ വളരെ ഈസി ആയിട്ടുള്ളതാണ്. അപ്പോൾ എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നന്നായിട്ട് ഇഷ്ടമാവും. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതും നിങ്ങൾ കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരുണ്ടാവുമല്ലോ, ഇതെല്ലാം പലർക്കും അറിയുന്നവരായിരിക്കും, ബന്ന് നിറച്ചതും അതൊക്കെ അറിയുന്നവരായിരിക്കും. പക്ഷേങ്കിൽ ഇപ്പോഴുള്ള പുതിയ കുട്ടികൾക്ക് അറിയാത്തവരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെയുള്ള റെസിപ്പീസ് വീണ്ടും ചെയ്യുന്നത് കാണിക്കുന്നത്. അപ്പോൾ അറിയുന്നവരങ്ങ് സ്കിപ്പ് ചെയ്തോളും, അറിയാത്തവർക്ക് ഇത് ഉപകാരപ്പെട്ടെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ കൂടെ അങ്ങ് ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിന് മൂന്നാമത്തെ റെസിപ്പിയിലോട്ട് പോകാം. മൂന്നാമത്തെ ചെയ്യുന്ന സ്നാക്സ് എരിവുള്ള സ്നാക്സാണ്. എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതേറെ ഇഷ്ടമാവും. നമ്മളൊരു ഫ്ലവർ പോട്ടൊക്കെ ഉണ്ടാക്കുന്നില്ല, അതിൽ നിന്ന് കുറച്ചൊരു ഡിഫറൻറ്റ് ഉണ്ട്. കാരണം ഇതിൽ കുറച്ച് ചിക്കനും എഗ്ഗൊക്കെ ചേർന്നിട്ടുള്ളതാണ്. ഫ്ലവർ പോട്ടിന് നമ്മൾ ചട്നിയൊക്കെ ചേർത്തിട്ടുള്ളതല്ല, അതിൽ നിന്നൊരു ഡിഫറൻറ്റ് ഉണ്ട്. ഇത് നമ്മൾ ഷവർമയൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് എന്നാൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് റെസിപ്പി കേട്ടോ. ഇനി ഫില്ലിങ്സിനായിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 200 ഗ്രാം ചിക്കനാണ് എടുത്തത്. ബോൺലെസ് ചിക്കനാണ് എടുത്തത്. ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ നോക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും, 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞതും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനിടാം. ഇനി നമുക്ക് ഫില്ലിങ്സിന് വേണ്ടിയിട്ട് മയോണൈസ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് 2 മുട്ട മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 അല്ലി വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ പഞ്ചസാരയും, അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞതും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വെളുത്തുള്ളി മുട്ടയും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് തിക്കാക്കിയെടുക്കാം. ഇപ്പോൾ ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയത്. ഇനി ഇതിലോട്ട് 1/4 കപ്പോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എനിക്ക് കിട്ടിയത്. ഇതിലോട്ട് ഞാനൊരു നുള്ളു ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ലിപ്പ് എന്നോട് മിസ്സായി പോയതാണ്. ഇനി ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഡോ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് മൈദപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കത്തില്ലേ, അതേ കണക്ക് തന്നെ കുഴച്ചെടുക്കാൻ നോക്കാം. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനിടാം. ഇപ്പോൾ പൊടികളൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് ഇതൊന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്ന എണ്ണയിലോട്ട് ഈ ചിക്കൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ ഒരു ഭാഗം നന്നായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് മറിച്ചിട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി വേറൊരു പാനിലോട്ട് 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വേറൊരു ബൗളിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് ക്യാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്തതോടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി ഇതിലോട്ട് 4 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മയോണൈസിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമാണോ അതിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ അധികം അങ്ങ് ലൂസ് കൺസിസ്റ്റൻസി ആവാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അല്ലെങ്കിൽ പിന്നെ ഫില്ല് ചെയ്തെടുക്കുമ്പോൾ ഒലിച്ചിറങ്ങിപ്പോകാൻ വഴിയുണ്ട്. അതുപോലെ ഞാൻ മയോണൈസ് തയ്യാറാക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒത്ത് മുട്ടയുടെ മഞ്ഞയും കൂടെ ചേർത്തിട്ടാണ് മയോണൈസ് തയ്യാറാക്കിയത്. അപ്പോൾ അത് വേണ്ടാന്നുണ്ടെങ്കിൽ വൈറ്റ് മാത്രം ചേർത്ത് മറ്റ് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതാ നന്നായിട്ടിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി നേരത്തെ കുഴച്ച് മാറ്റി വെച്ച ഡോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചപ്പാത്തിക്കൊക്കെ ഉരുളകളാക്കി എടുക്കുന്നത് പോലെ ഉരുളകളാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പരത്തിയെടുക്കണം. ഇനി ചപ്പാത്തി പലകയിലിട്ട് കുറച്ച് പൊടി തൂകിയിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തി എടുക്കുന്നില്ലേ, അതേ കണക്കിനൊന്ന് പരത്തിയെടുക്കാൻ നോക്കാം. പരത്തിയതിന് ശേഷം ഇതുപോലെയുള്ള ഒരു ബോട്ടിലോ അതല്ലെങ്കിൽ ഇതിൻ്റെ ടോപ്പോ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാ ഈ ഒരു കണക്കിന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. അധികം അങ്ങ് തിക്കും ആവരുത്, അധികം അങ്ങ് തിന്നും ആവാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതുപോലൊരു പാത്രം എടുത്തിട്ട് അത് നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ, ഇനി നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ ഗ്ലാസ് ആയാലും കുഴപ്പമില്ല കേട്ടോ. ോട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ സാരിക്കൊക്കെ പ്ലീറ്റ് എടുക്കത്തില്ലേ, അതേ കണക്ക് തന്നെ ഇതിൻ്റെ സൈഡ് വശം ഒന്നിങ്ങനെ ചെരിച്ച് പിടിച്ചതിന് ശേഷം ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുക. ഒന്നൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടി മാത്രം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിന് ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഓൾറെഡി അതിങ്ങനെ നമുക്കിങ്ങനെ കവറായി കിട്ടാൻ വേണ്ടിയിട്ട് സൈഡിൽ നിന്ന് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതേ കണക്കൊന്ന് കിട്ടും. അതൊരു പോട്ടിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അത് ഒന്ന് കയ്യിൽ പ്രസ് ചെയ്ത് കൊടുക്കണേ, അല്ലെങ്കിൽ പിന്നെ അത് പെട്ടെന്ന് അങ്ങ് വിട്ടുപോയിട്ട് ഷേപ്പില്ലാതായിപ്പോവും നമ്മൾ എണ്ണയിലിടുമ്പോൾ. അതുകൊണ്ട് വെച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതേപോലെ എല്ലാം ഞാൻ ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് ഫോർക്കോ അല്ലെങ്കിൽ കത്തിയോ വെച്ച് ഇതുപോലെ ഒന്ന് കുത്തിട്ട് കൊടുക്കണേ. കാരണം അത് നമ്മൾ എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ വല്ലാണ്ടങ്ങ് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ബബിൾസായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുത്തിട്ട് കൊടുക്കുന്നത്. അപ്പം ഞാൻ മുഴുവനായിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ ചൂടാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഒന്ന് എണ്ണയിൽ ഇടുന്നതിന് മുൻപ് ഒന്നുകൂടി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കാരണം മൈദപ്പൊടി ആയതുകൊണ്ട് തന്നെ അതൊന്ന് താഴ്ന്നു പോകാൻ വഴിയുണ്ട്. അപ്പോൾ ഒന്ന് ഷേപ്പ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് ചൂടായ എണ്ണയിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ സൈഡ് വശം ഒന്നിങ്ങനെ തട്ടിക്കൊടുക്കുക. അപ്പോൾ തന്നെ അതിങ്ങനെ വിട്ട് പോകുന്നുള്ളൂ കേട്ടോ. അതുപോലെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് ഇത് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ അതിങ്ങ് പോരും കണ്ടോ. അപ്പോൾ ഇനി ഇത് എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ ഉൾവശം കൂടെ ഒന്ന് ഫ്രൈ ആയി വരാം. ഇതിവിടെ നല്ല വെളിച്ചമായതുകൊണ്ടാണ് ഉള്ളു വെളുത്ത് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ളതും ഇതേ കണക്കന്നെ ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒരു എയർ ടൈറ്റ് ബോക്സിൽ ഇട്ട് വെച്ചിട്ട് നമുക്ക് എപ്പോഴാണോ ഇത് ആവശ്യം ആ സമയത്ത് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ സോഫ്റ്റ് ആയി പോകും കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും നേരത്തെ മയോണൈസിൻ്റെ മിക്സില്ലേ അതുകൂടെ അവിടെ മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് എപ്പോഴാണോ ആവശ്യം അതിനനുസരിച്ച് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്യുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ എയർ ടൈറ്റ് ബോക്സിൽ ഇട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് ഫില്ല് ചെയ്തെടുക്കുക. ഇനി ടൊമാറ്റോ കെച്ചപ്പ് നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ ഒരു സൈഡ് വശത്തായിട്ട് ഞാൻ ഇതിൻ്റെ മയണൈസിൻ്റെ ആ മിക്സില്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ സൈഡ് വശത്ത് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിങ്ങനെ പരത്തി വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് അതിൻ്റെ മറ്റേ വശത്ത് കുറച്ച് ഭാഗം ബാക്കിയുണ്ടല്ലോ ആ ഭാഗത്ത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചതുകൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതും ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അത് ഒന്നുകിൽ ചിക്കൻ അടിവശത്ത് വെച്ചിട്ട് മുകളിൽ മയണൈസ് വെച്ച് കൊടുക്കാം, അതല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി മയണൈസ് ബാക്കി വന്നതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമാണോ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ കെച്ചപ്പ് നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. ഇനി എല്ലാം ഞാൻ ഇതേ കണക്ക് തന്നെ ഫില്ല് ചെയ്തെടുക്കട്ടെ.
ഇപ്പം നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കംപ്ലീറ്റ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ, കാണാൻ മാത്രമല്ല കഴിക്കാനും ഇതേ ടേസ്റ്റാണ്. എല്ലാ സ്നാക്സും ഒന്നിനൊന്ന് മെച്ചമെന്ന് പറഞ്ഞതുപോലെ ഇതും എന്താ പറയുക, നമ്മൾ ഷവർമ കഴിക്കുന്നില്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. അതിന് ഷവർമ ബാസ്ക്കറ്റ് എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കുക പേര്. കുട്ടികൾക്കൊക്കെ ഇതേറെ ഇഷ്ടം. ഷവർമ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും കേട്ടോ ഈ സ്നാക്സ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ഇഷ്ടമായത് അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം അറിയിക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്തൊക്കെ ഇതിൽ നിന്ന് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമായതെന്നൊന്ന് കമൻറ്റ് ചെയ്ത് കൂടെ അറിയിക്കണം. ലാസ്റ്റ് ചെയ്യാനിരിക്കുന്നത് ഒരു റിഫ്രഷിംഗ് ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഞാൻ പറഞ്ഞല്ലോ ഒരു റിഫ്രഷിംഗ് ഡ്രിങ്ക് ചെയ്യുന്നുണ്ടെന്ന്, അതിൻ്റെ റെസിപ്പിയാണ്. ഇനി ഡ്രിങ്ക്സിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 സൈഡൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് പീൽ ചെയ്തെടുക്കണം. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനുള്ളത് തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 സൈഡും ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് പീൽ ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ ഇതാ 3 ഞാൻ പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണം. വേവിച്ചെടുക്കാനുള്ളതല്ലേ, അപ്പോൾ അതൊന്ന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ. ക്യാരറ്റ് മുഴുവനും പീസസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എളുപ്പത്തിന് വേണമെങ്കിൽ ഇത് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ സോസ് പാനിൽ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഇത്രയും വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്, അധികം വെള്ളമാവണ്ട കേട്ടോ. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി വേറൊരു ബൗളിലോട്ട് 1/4 ടീസ്പൂണോളം കസ്റ്റർഡ് പൗഡർ തന്നെ ഇട്ട് കൊടുത്തത്. ഇനി ഇതിലോട്ട് കുറച്ച് പാലൊഴിച്ച് ഒന്ന് കലക്കിയെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ വേണം കലക്കിയെടുക്കാൻ. പാൽ അതുപോലെ തിളപ്പിക്കുന്നതിന് മുൻപ് ഇതുപോലെ ഇങ്ങനെ കലക്കി കസ്റ്റർഡ് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ കട്ടയില്ലാതെ എടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിലോട്ട് 1 ടേബിൾ സ്പൂണോളം കസ്കസ് കുതിരാനായിട്ട് വെക്കുന്നുണ്ട്. അത് പെട്ടെന്ന് തന്നെ കുതിർന്ന് വരും. ഇനി ഇതും നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി ക്യാരറ്റ് വെന്ത് വന്നോന്നൊന്ന് നോക്കാം. ക്യാരറ്റ് ഇതാ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് അങ്ങോട്ട് മാറ്റി വെക്കണം. ഇത് തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു സോസ് പാൻ കൂടെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 2 ഗ്ലാസോളം പാല്, 2 വേണമെന്നില്ല, ഒരു 1.25 കപ്പോളം പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി കസ്റ്റർഡ് കലക്കിയ 1/4 കപ്പില്ല അതുകൂടെ ഒഴിച്ചിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്യാരറ്റിൻ്റെ മധുരം അനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്തോളൂ കേട്ടോ. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിക്കുമ്പോഴും മധുരം ഒന്ന് കുറയല്ലോ, അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് വേണേ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. ഇനി അതുപോലെ ഇതിൽ ചേർത്ത കസ്റ്റർഡ് പൗഡറും ഈ പാലിൽ നന്നായിട്ടൊന്ന് ബോയിലായി വരണം, അത്രയും മതി. വല്ലാണ്ടങ്ങ് നമ്മൾ ഫ്രൂട്ട് കസ്റ്റർഡിനൊക്കെ ചെയ്യുന്ന പോലെ കുറുക്കി എടുക്കണ്ട കേട്ടോ. കസ്റ്റർഡ് നമുക്കൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് ഈ കസ്റ്റർഡ് പൗഡറിൻ്റെ റോ ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത്രയും കൺസിസ്റ്റൻസി മതി. ഇനി ഇതങ്ങ് തണുക്കാനായിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. പാല് തണുത്ത് വരുമ്പോഴേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട്. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പിസ്തയും എടുത്തിട്ടുണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ബദം കൂടെ എടുക്കുന്നുണ്ട്. ബദം വേണമെങ്കിൽ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തതിന് ശേഷം എടുക്കുക കേട്ടോ. അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇതിങ്ങനെ ഡയറക്റ്റ് എടുക്കുന്നേ ഉള്ളൂ. ബദവും കാഷ്യൂ നട്ട്സൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ ഇതിൽ ചേർക്കുന്ന നട്ട്സുകളൊക്കെ ഏതൊക്കെ വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. ഇതന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കട്ടെ. ഇപ്പോൾ ഇതാ കാഷ്യൂ നട്ട്സും ആൽമണ്ട്സൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒട്ടും തരിയില്ലാതെ പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി നേരത്തെ തണുക്കാനായിട്ട് മാറ്റി വെച്ച ക്യാരറ്റ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. തണുത്തതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതിയേ. ഇനി ഇതിലോട്ട് തണുക്കാനായിട്ട് മാറ്റി വെച്ച പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടുതൽ ഒഴിക്കണ്ട, കുറച്ച് ആദ്യം ഒഴിച്ചിട്ട് അടിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് അരഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് കൂടെ പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് വാനില എസൻസ് 1 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് തന്നെ ചേർക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കായ ഉണ്ടെങ്കിൽ ഏലക്കായ ഇട്ട് കൊടുക്കാം. എന്തായാലും ഏതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം. കാരണം ക്യാരറ്റ് ഒരു പുഴുങ്ങിയ ഒരു സ്മെല്ലുണ്ടാവും വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ആ ഫ്ലേവർ മാറാൻ വേണ്ടിയിട്ട് തന്നെ. ഇനി ഇതൊന്ന് അരച്ചെടുക്കട്ടെ. ഇപ്പോൾ ഇതാ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണേ ഫ്ലേവറിന്. ഒന്നുകിൽ ഏലക്കായ അതല്ലെങ്കിൽ വാനില എസൻസ്, ഫ്ലേവർ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച നട്ട്സ് ഇല്ലേ, നമ്മൾ പൊടിച്ച് വെച്ചത്, അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇതാ പൊടിച്ചെടുത്ത നട്ട്സ് മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വെച്ച പാലില്ലേ അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ മുഴുവനും ഒഴിക്കുന്നില്ല, കുറേശ്ശെ ഒഴിച്ചിട്ട് അത് മിക്സിയുടെ ജാറിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരട്ടെ. ഇപ്പോൾ ഇതാ ബാക്കി വന്ന പാലും കൂടെ ചേർത്ത് നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊരു ഐസ് ക്യൂബ് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ കുതിരാൻ വെച്ച കസ്കസില്ലേ അതുകൂടെ ഇട്ട് കൊടുക്കുക. കസ്കസൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. കസ്കസ് നല്ലൊരു തണുപ്പല്ലേ. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ച ഇതില്ലേ ക്യാരറ്റിൻ്റെ മിക്സ് അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വീണ്ടും കസ്കസ് ഒഴിച്ച് കൊടുക്കുക. കസ്കസ് എത്രത്തോളം ഇടുന്നോ അത്രയും നല്ലതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഐസ് ക്യൂബ്സും ഒക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് കുറച്ചുകൂടെ കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി ഒരു ഗ്ലാസ്സിൽ കൂടെ ഇതൊന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. അങ്ങനെ ഇതാ നമ്മുടെ റിഫ്രഷൻ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ എളുപ്പമല്ലേ ചെയ്തെടുക്കാൻ. കുറച്ച് പാലും കുറച്ച് ഒരു 1-2 ക്യാരറ്റും ഉണ്ടെങ്കിൽ എളുപ്പം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയതാണ്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് കാഷ്യൂ നട്ട് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് നിലക്കടല അതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെയും ചെയ്യാം. കാഷ്യൂ നട്ട് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണം. അപ്പോൾ ഇതിലും നല്ല വീഡിയോസായിട്ട് പുതിയ വീഡിയോ കാണുമ്പോഴേക്കും താങ്ക് യു.